സരസ്വതി FM കരുതലിൻ്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ 21 കൊല്ലവർഷം 1199 മീനം 8 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശി ശ്രീ പ്രതാപ് കിഴക്കേമഠം. ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനവും സൗജന്യ പ്രമേഹ പാദരോഗ ക്യാമ്പും സംഘടിപ്പിച്ചു. ലാപ്രോസ്കോപ്പിക് സർജറി ക്യാമ്പ് ഏപ്രിൽ 15 മുതൽ മെയ് 1 വരെ സരസ്വതിയിൽ. ആരോഗ്യമുത്തുകളിൽ OSA എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ SK അജയകുമാർ. ഇന്നു മുതൽ കൗതുക വാർത്തയും കേൾക്കാം സരസ്വതി FM-ലൂടെ. വാർത്തകൾ വിശദമായി. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശി ശ്രീ പ്രതാപ് കിഴക്കേമഠം. 5 രൂപ പോലീസിന്റെ തലവനായ സിംസനെ തേടി ശ്രീ പ്രതാപ് കിഴക്കേമഠം. തിരുവിതാംകൂർ രാജഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉത്തരവാദ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന് സർ CP രാമസ്വാമി അയ്യർ രൂപീകരിച്ച 5 രൂപ പോലീസ് അല്ലെങ്കിൽ സിംസൺ പടയുടെ തലവനായിരുന്നു ചാൾസ് ഹാരോൾഡ് സിംസൺ എന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ സമരം കലക്കലുകളും അടിച്ചമർത്തലുകളുമെല്ലാം കുപ്രസിദ്ധമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരെ തേടി സിംസൺ ബംഗ്ലാവ് കണ്ടുപിടിച്ച് ചരിത്രത്തിലെ ഒരു അറിയപ്പെടാത്ത ഏട് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് പ്രശസ്ത ചരിത്രകാരനായ ശ്രീ പ്രതാപ് കിഴക്കേമഠം. കന്യാകുമാരി ജില്ലയിൽ മാറാമലയ്ക്കടുത്ത് കരിമ്പാറമല എന്ന എസ്റ്റേറ്റ് നിബിഡമായ പ്രദേശത്ത് സിംസൺ ബംഗ്ലാവും മകൾ മേരി എലിസബത്തുമൊക്കെ താമസിക്കുന്ന ഇടം കണ്ടെത്തി ഇൻ്റർവ്യൂ നടത്തി പുറം ലോകത്തിലേക്ക് വെളിച്ചം വീശി ശ്രീ പ്രതാപ് കിഴക്കേമഠം. ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനവും സൗജന്യ പ്രമേഹ പാദരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് പാറശാലയുടെയും റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നടന്നു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം പാളയം ഹസൻ മരക്കാർ ഹാളിൽ നടന്ന ചടങ്ങിൽ സരസ്വതി ഹോസ്പിറ്റൽ പാദസ്പർശി ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചടങ്ങ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ G. സുമിത്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാറശാല റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ SK അജയകുമാർ സ്വാഗതം ആശംസിച്ചു. 200-ലധികം രോഗികൾ പ്രമേഹ പാദരോഗ നിർണയ ക്യാമ്പിൽ പങ്കെടുത്തു. 50ഓളം രോഗികൾക്ക് സൗജന്യമായി പ്രമേഹ പാദരോഗ തുടർ ചികിത്സ ലഭ്യമാക്കും. കൗതുക വാർത്തകൾ. മായാമഷിയെത്തി. കേരളത്തിൻ്റെ വോട്ടെടുപ്പിന് ഇനി 6 നാൾ മാത്രം ശേഷിക്കെ സമ്മതിദാനത്തിൻ്റെ അടയാളമായി പുരട്ടാനുള്ള മായാമഷി അഥവാ ഇൻഡെലിബിൾ ഇങ്ക് മുഴുവൻ വിതരണ കേന്ദ്രങ്ങളിലും എത്തി. കുറ്റമറ്റതും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ ഉപയോഗിക്കുന്ന മഷി അടയാളം തിരഞ്ഞെടുപ്പിൻ്റെ അഭിമാന ചിഹ്നം കൂടിയാണ്. ഉണങ്ങാൻ 40 സെക്കൻഡും തനിയെ മായാൻ ദിവസങ്ങളും എടുക്കും. 1962 ആദ്യമായി മായാമഷി പുരട്ടുന്ന രീതി തുടങ്ങിയത്. മൈസൂരു പെയിൻറ്റ് വാർണിഷിംഗ് കമ്പനിക്കാണ് ഈ മഷി നിർമ്മിക്കാൻ രാജ്യത്ത് അനുവാദമുള്ളത്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഫോർമുലയാണ് മായാമഷിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറി ക്യാമ്പ് ഏപ്രിൽ 15 മുതൽ മെയ് 1 വരെ സരസ്വതിയിൽ. കുറഞ്ഞ ആശുപത്രിവാസം, കുറഞ്ഞ വേദന, വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം. പ്രശസ്ത ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ SK അജയകുമാർ നേതൃത്വം നൽകുന്ന ക്യാമ്പിൽ രോഗനിർണയം പൂർണ്ണമായും സൗജന്യം. പരിശോധനകൾക്കും ശസ്ത്രക്രിയകൾക്കും ഗണ്യമായ ഇളവുകൾ. അമിതവണ്ണ ശസ്ത്രക്രിയ, ഹെർണിയ, മുറിവില്ലാതെയുള്ള തൈറോയ്ഡ് ശസ്ത്രക്രിയ തുടങ്ങിയ എല്ലാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളും കൂടാതെ ഡേ കെയർ, സാധാരണ ശസ്ത്രക്രിയകൾക്കും ഈ സൗജന്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7593989812 7593989814. കായികം. സജന സജീവനും ആശാ ശോഭനയും ഇന്ത്യൻ ടീമിൽ. ഈ മാസം 28 ആരംഭിക്കുന്ന ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും. വനിതാ പ്രീമിയർ ലീഗിലെ മിന്നും പ്രകടനമാണ് വയനാട് സ്വദേശിയായ സജനയ്ക്കും പുതുശ്ശേരിക്കായി കളിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ ആശാ ശോഭനയ്ക്കും സീനിയർ ക്രിക്കറ്റ് ടീമിലേക്കുള്ള അരങ്ങേറ്റത്തിന് വഴി തുറന്നത്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, OSA എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന വാക്കിൻ്റെ ചുരുക്കപ്പേരാണ് OSA. സാധാരണയായി അമിതവണ്ണക്കാരിലും മറ്റു ചില രോഗമുള്ളവരിലുമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ്
അപ്നിയ എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ആൾ നല്ല ഉറക്കത്തിലായി കഴിയുമ്പോൾ ശ്വാസം പോകുന്ന വഴി, അതായത് തൊണ്ട കഴിഞ്ഞിട്ട് നമ്മുടെ സ്വനപേടകം, ശ്വാസനാളം, ആഹാരം പോകുന്ന ഫാരിങ്സ് എന്നിവ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ സ്ഥലം കുറയുന്നത് മൂലം ശ്വാസം പോകാൻ തടസ്സമുണ്ടാകുന്നു. നല്ല ഗാഠനിദ്രയിലാകുമ്പോൾ ഈ ഭാഗത്തെ തലക്കുറവും മാംസപേശികൾ റിലാക്സ് ചെയ്യുന്നത് മൂലം സ്ഥലം കുറഞ്ഞിട്ട് ശ്വാസം പോകാൻ കഴിയാതെ രോഗി ശ്വാസം വലിക്കുന്നത് നിർത്തുന്നു. അല്പനേരം ശ്വാസം വലി നിന്ന് കഴിയുമ്പോൾ തലച്ചോറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയിട്ട് രോഗി പെട്ടെന്ന് ഉണരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും സാധാരണ പോലെ ശ്വാസം വലിക്കുന്നു. ശ്വാസം വലിച്ച് ഉറക്കത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഇത് ആവർത്തിക്കുന്നു. ഇതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രശ്നം രോഗിക്ക് വളരെയധികം ഉറക്കക്കുറവ് ഉണ്ടാവുകയും, അതായത് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടാവുകയും പകൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല, അമിതവണ്ണക്കാരിലെ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന അവസ്ഥ ഒരുപാട് കോംപ്ലിക്കേഷനുകൾക്ക്, അതായത് ഹൃദയാഘാതം തുടങ്ങിയ കോംപ്ലിക്കേഷനുകൾക്ക് കാരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണമായി, കൂർക്കം വലിച്ചുറങ്ങുന്ന അമിതവണ്ണമുള്ളവർ കുറേ കഴിയുമ്പോൾ കൂർക്കം വലി നിർത്തുകയും പെട്ടെന്ന് ഞെട്ടി ഉണരുകയും ചെയ്യും. അടുത്ത് കൂടെയുള്ള ആൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും അയാൾ ഉറക്കത്തിലേക്ക് പോകുന്നു, കൂർക്കം വലി ശക്തമാകുന്നു, അത് കഴിഞ്ഞ് കൂർക്കം വലി കുറേ സമയം നിൽക്കുന്നു. അപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ള വ്യക്തികൾ തീർച്ചയായും ചികിത്സ തേടേണ്ടതാണ്. സ്ലീപ്പ് സ്റ്റഡി എന്ന ഉറക്കത്തിൽ ചെയ്യുന്ന ഓക്സിജൻ്റെ അളവും ഹൃദയമിടിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്ന സ്ലീപ്പ് സ്റ്റഡി ചെയ്യണം. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ പ്രധാന കാരണമായ അമിതവണ്ണത്തിനെ ചികിത്സിക്കണം. അമിതവണ്ണത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ബാരിയാട്രിക് സർജറിയാണ്. ബാരിയാട്രിക് സർജറി കഴിഞ്ഞാൽ എത്രയും വേഗം ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അപ്രത്യക്ഷമാകുന്നത് കാണാം. ചുരുക്കത്തിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്താണെന്ന് അറിയുക, അതിന് വേഗം ചികിത്സ നൽകുക, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ കാരണത്തെ തുരത്തി ഓടിക്കുക. നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം: ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ 9 മുതൽ 12 വരെ, ഡോക്ടർ സതീഷ് കുമാർ 3 മുതൽ 5 വരെ, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിനു രാവിലെ 10 മുതൽ 1 വരെ, വൈകിട്ട് ഡോക്ടർ ഷിബിൻ 6:30 മുതൽ 8:30 വരെ, ENT ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ 9 മുതൽ 1 വരെ, ഡോക്ടർ മോഹൻകുമാർ 5 മുതൽ 6:30 വരെ, നെഫ്രോളജി ഡോക്ടർ വിഷ്ണു 3 മുതൽ 4 വരെ, യൂറോളജി ഡോക്ടർ അരവിന്ദ് ഗണപത് 5 മുതൽ 6:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 9495472598. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: സരസ്വതി ആശുപത്രി ആദ്യം തുടങ്ങിയത് ഒരു ക്ലിനിക്കായിട്ടാണെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോൾ അതിനടുത്ത കെട്ടിടത്തിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയായി മാറി. ആ കെട്ടിടത്തിൻ്റെ പേര് പാറശാലക്കാർക്ക് സുപരിചിതമാണ്. അതിൻ്റെ പേരെന്താണ്? ക്ലൂ: ഒരു ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.